ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആന്ധ്രാപ്രദേശിനെക്കുറിച്ചും തെലുങ്കാനയെക്കുറിച്ചുമാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഇന്ത്യയിലുള്ള വളർച്ചയെക്കുറിച്ച് അനേക ചാനലുകളും അനേക മാധ്യമങ്ങളിലൂടെയൊക്കെയും വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേക തരത്തിലുള്ള തെറ്റായ വിവരണങ്ങളും അതിനെക്കുറിച്ചുള്ള ചിന്തകളും മറ്റ് ഇതര മതസ്ഥരുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഒരു തെറ്റായ മാർഗത്തിലൂടെയാണ് വളരുന്നത് എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന അനേക തരത്തിലുള്ള ചിന്തകൾ ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ വളരുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകളിങ്ങനെ ആകൃഷ്ടരാകുന്നതെന്നൊക്കെ അനേക വർഷങ്ങൾ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ സുവിശേഷ പ്രവർത്തകനായും ടീച്ചറായൊക്കെ വർക്ക് ചെയ്ത എനിക്ക് ഒരു ചെറിയ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ ആന്ധ്രാപ്രദേശിനെയും തെലുങ്കാനയും കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം വർഷങ്ങളോളം ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും സുവിശേഷ പ്രവർത്തകനായും സ്കൂളിലെ അധ്യാപകനായൊക്കെ വർക്ക് ചെയ്ത എന്ന നിലയ്ക്ക് ആ സ്റ്റേറ്റിനെക്കുറിച്ചുള്ള ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആന്ധ്രാപ്രദേശും തെലുങ്കാനയുടെയും ഏകദേശം ഒരു പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞ വ്യക്തി എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് ആന്ധ്രാപ്രദേശും തെലുങ്കാനയിലുമൊക്കെ ഈ ക്രിസ്ത്യാനിറ്റി ത്വരിതഗതിയിൽ ഇങ്ങനെ വളരുന്നത് എന്ന് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ആന്ധ്രാപ്രദേശിലെയും തെലുങ്കാനയിലെയും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നേരത്തെ ഇത് ഒരു സ്റ്റേറ്റ് ആയിരുന്നു. തെലുങ്കാന 2014 ജൂൺ 2 തെലുങ്കാന സെപ്പറേറ്റ് ആവുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും. നേരത്തെ ഇത് ആന്ധ്രാപ്രദേശ് ആയിരുന്നു. വലിയ വാസ്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു, വലിയ ജനസംഖ്യ ഉള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഛത്തീസ്ഗഡായി വിഭജിച്ചതിന് ശേഷം തന്നെ അവിടെ 10-30 ഡിസ്ട്രിക്റ്റുകളോളം ഉണ്ടെന്നുള്ളതാണ്. അത്ര വലിയൊരു സ്റ്റേറ്റ് ആയിരുന്നു ആന്ധ്രയും തെലുങ്കാനയും ഒന്നിച്ചു കിട്ടുന്ന സമയത്ത് തന്നെ. എന്നാൽ എന്നാണ് ക്രിസ്ത്യാനിറ്റി ഈ ആന്ധ്രാപ്രദേശിലേക്ക് കടന്നു ചെല്ലുവാനിടയായത്? അതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തോളം തന്നെ പഴക്കമുണ്ടെന്നാണ് അനേക ക്രിസ്ത്യൻ ചരിത്രകാരന്മാർ ഈ ആന്ധ്രാപ്രദേശിലെ ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറയുന്നത്. അപ്പോൾ കേരളത്തിൽ എപ്പോഴാണോ ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വളർച്ച തുടങ്ങുന്നത്, ആ കാലഘട്ടത്തിൽ തന്നെ ആന്ധ്രാപ്രദേശിലും ക്രിസ്ത്യാനിറ്റി എത്തിപ്പെടുവാനിടയായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ ആന്ധ്രാപ്രദേശ് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ളൊരു നാടാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ ആന്ധ്രാപ്രദേശിൻ്റെ ചരിത്രം പറയുമ്പോൾ 1715 ആദ്യമായിട്ടൊരു ക്രിസ്ത്യൻ കൺവേർഷൻ അവിടെ നടക്കുന്നെന്ന് ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി പഠിക്കുമ്പോൾ 1715 ആദ്യത്തെ ക്രിസ്ത്യൻ കൺവേർഷൻ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇടയിലെല്ലാം ഉള്ള ചിന്താഗതികൾ ഈ ക്രിസ്ത്യാനിറ്റി ആദ്യമേ വേര് പിടിക്കുന്നത് എത്തിപ്പെടുന്നത് ദളിത് സമൂഹങ്ങളുടെ ഇടയിലേക്കാണ്. സമൂഹത്തിലെ താഴേക്കിടയിലുള്ള വ്യക്തിവിധങ്ങളുടെ ഇടയിലേക്കാണ് ഇപ്രകാരമുള്ള ഈ മതപരിവർത്തനത്തിൻ്റേതാകുന്ന വേരുകൾ ഓടുന്നെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മൾ ആന്ധ്രാപ്രദേശിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ കേരളത്തിലെ പോലെ തന്നെ ഒരു ചരിത്രം അവിടെയുണ്ട്. അവിടെ ആദ്യമായി തുമ്മ ഹനുമന്ത റെഡ്ഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ് ആ ആന്ധ്രാപ്രദേശിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയും. തുമ്മ ഹനുമന്ത റെഡ്ഡി. റെഡ്ഡി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹയർ കാസ്റ്റാണ്. അപ്പോൾ റെഡ്ഡീസ്, അതുപോലെ തന്നെ പിന്നെ റാവൂസ്, അങ്ങനെയാണ് അവിടുത്തെ ഒരു കാറ്റഗറി വരുന്നത്. റെഡ്ഡീസ് അവിടുത്തെ ഹയർ കാസ്റ്റാണ്, ഏറ്റവും ഹയർ കാസ്റ്റാണ്. അതിപ്പോഴത്തെ ഈ നമുക്ക് ജഗമോഹൻ റെഡ്ഡി, YSR റെഡ്ഡിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ഹയർ കാസ്റ്റാണ്. പിന്നെ ചന്ദ്രബാബു നായിഡു അവിടുത്തെ ഹയർ കാസ്റ്റാണ്. റാവൂസ് അവിടുത്തെ ഹയർ കാസ്റ്റാണ്. എന്നാൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നത് ഒരു ഹനുമന്ത റെഡ്ഡി എന്ന് പറയുന്ന, മന്ദ റെഡ്ഡി എന്നും അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു എന്നാണ്. അത് 1715 എന്നാൽ അതിനുശേഷം പിന്നീട്
ഈ 1735 ആയപ്പോഴത്തേക്കും ഈ റായൽസീമ ഏരിയ ഒരു പ്രത്യേക ഏരിയയാണ്, ഈ കോസ്റ്റൽ ഏരിയ റായൽസീമ എന്ന് പറയുന്ന റീജിയനുണ്ട്. അവിടെ 1735 ആയപ്പോഴത്തേക്ക് ഏകദേശം 30 റെഡ്ഡി ഫാമിലീസ് കൺവേർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. 30 ഫാമിലീസ് കൺവേർട്ട് ചെയ്തു. ഒരു 1750 ആയപ്പോഴത്തേക്കും എന്താണ്, ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നു എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. 1750 ആയപ്പോഴത്തേക്കും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ഈ റായൽസീമ ഏരിയയിലും അതുപോലെ തന്നെ ഈ അലാമുറു എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലൊക്കെ എന്താണ് ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ആന്ധ്രാപ്രദേശിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യമായി ഈ ക്രിസ്ത്യാനിറ്റി വേറെ ഓടുന്നത് ദളിത് കമ്മ്യൂണിറ്റി ഇടയിലോ ഡൗൺ റോഡൻ കമ്മ്യൂണിറ്റിയിലേക്കല്ല ഇതിറങ്ങി ചെല്ലുന്നത്. ഇതിറങ്ങി ചെല്ലുന്ന ആദ്യമേ തന്നെ നമ്മൾ കേരളത്തിൻ്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ആ ഒരു പഴയ കാര്യത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ തോമസ് ലീഗ വന്ന് ഹയർ കാസ്റ്റ് ആയിരുന്നവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞൊരു ചരിത്രം കേരളത്തെപ്പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. ശരിയോ തെറ്റോ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു സന്ദേഹത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ അത് കറക്റ്റായിട്ടും അത് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മതപരിവർത്തനം അത് പിന്നെ പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻ്റ് ആയിരുന്നില്ല, അവിടെ കാത്തോലിക് മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ കാത്തോലിക് മിഷണറിമാരുടെ ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ ഈ ഹനുമന്ത റെഡ്ഡി അതുപോലെ തന്നെ മറ്റ് ആളുകളൊക്കെയും എന്താണ് ക്രിസ്ത്യനിലേക്ക് വരുന്നത്. എന്നാൽ 1805 കൂടിയാണ് ലണ്ടൻ മിഷണറി സൊസൈറ്റിയോട് ഒരു പ്രൊട്ടസ്റ്റൻ്റ് മിഷൻ മൂവ്മെൻറ്റ് വിശാഖപട്ടണത്ത് ആരംഭിക്കുന്നത്. 1805 ഈ പ്രൊട്ടസ്റ്റൻറ്റിൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾ വിശാഖപട്ടണത്ത് എസ്റ്റാബ്ലിഷ് ആകുന്നത്. അപ്പോൾ അവിടുന്ന് മുതൽ പിന്നെ ഇങ്ങോട്ട് പ്രൊട്ടസ്റ്റൻറ്റുകൾ ഈ ക്രിസ്ത്യൻ മൂവ്മെൻ്റ് ഏറ്റെടുക്കുകയാണ്. ഈ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ ഈ കാത്തോലിക് മിഷണറിമാരുടെ പോലെയല്ല, പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ ഇച്ചിരിയും കൂടെ എരിവോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവർ ഈ കടന്നുചെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളിലേക്കാണ് കടന്നുചെല്ലുന്നത്. കാത്തോലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ഒരു പിന്നെ ആവറേജ് പീപ്പിളിനടുത്താണ് അവരുടെ ഈ മിഷണറി പ്രവർത്തനങ്ങൾ നടത്താറുള്ളത്. എന്നാൽ ഈ പ്രൊട്ടസ്റ്റൻ്റ് അങ്ങനെയല്ല. പ്രൊട്ടസ്റ്റൻ്റ് എപ്പോഴും കടന്നു ചെല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഈ പിന്നെ ഹയർ കാസ്റ്റിലുള്ള ആളുകൾ തന്നെയാണ്. എന്നാൽ പിന്നീട് പ്രൊട്ടസ്റ്റൻറ്റുകാർ വന്നപ്പോഴത്തേക്ക് അത് മറ്റുള്ള താഴേക്കിടയിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ലംബാഡി കമ്മ്യൂണിറ്റീസ് അതുപോലെ SC/ST കമ്മ്യൂണിറ്റീസ് ആദിവാസി സമൂഹങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ നമ്മൾ ഇതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പെട്ടെന്ന് ഈ കമ്മ്യൂണിറ്റിയെ പിന്നെ അട്രാക്റ്റ് ചെയ്തെടുത്തു എന്നല്ല, ഇത് കാലങ്ങളായിട്ടുള്ള മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അങ്ങനെ സ്കൂളുകളിലൂടെയും പിന്നെ ഗ്രാമങ്ങളിലുണ്ടായ ചർച്ചകളിലൂടെയൊക്കെ എന്താണ് ജനങ്ങളെ അവരുടെ മുഖ്യധാരയിലേക്ക് കരം പിടിച്ചുയർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ കാത്തോലിക്സ് മിഷണറിമാരൊക്കെ എന്താണ് ചെയ്തു എന്നുള്ളതാണ്. അത് സ്കൂളുകൾ ഒരു നല്ല രീതിയിൽ എന്താണ് അതിന് കൈകടത്തിയിട്ടുണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി. കാരണം ഈ ആന്ധ്രാപ്രദേശിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ ഇന്നും കാസ്റ്റ് സിസ്റ്റം ശക്തിയോടെ നിലകൊള്ളുന്ന ഒരു സ്റ്റേറ്റാണ് ഈ ആന്ധ്രാപ്രദേശും തെലുങ്കാനയും. ആക്ച്വലി ആന്ധ്രാപ്രദേശും തെലുങ്കാനയും തമ്മിൽ ഡിവൈഡ് ആകുന്നതിൻ്റെ പിന്നിൽ തന്നെ ഒരു ചരിത്രമുണ്ട് എന്നുള്ളതാണ്. ഒരു കാസ്റ്റ് സംബന്ധമാകുന്ന ഒരു ചരിത്രമുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി ആന്ധ്രാപ്രദേശ് കോസ്റ്റൽ റീജിയൻ ആര്യ പിന്നെ ആ ഒരു ജനറേഷൻ കൂടുതലാണ്. അവിടെ ആര്യ സമുദായം കൂടുതലുള്ളൊരു ഏരിയയാണ് ആന്ധ്രാപ്രദേശ് കോസ്റ്റൽ ഏരിയയായി. എന്നാൽ തെലുങ്കാന മറിച്ച് ലംബാഡീസാണ് കൂടുതലുള്ളത്, ആദിവാസി കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ ഈ രണ്ട് സ്റ്റേറ്റുകൾ ഒന്നായി കിടന്ന സമയത്ത് തന്നെ ഇവരെന്താണ് ഈ ആന്ധ്രാപ്രദേശിൻ്റെ ഭരണാധികാരികൾ അവരൊരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി അവരായിരിക്കുക. അങ്ങനെ മുഖ്യമന്ത്രി അവരായിരുന്നുകൊണ്ട് ഈ പിന്നെ തെലുങ്കാന പോലെയുള്ള സ്റ്റേറ്റിനെ എന്ത് ചെയ്തു, അവർ അവഗണിക്കാനായിട്ടിടയായിത്തീരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഈ തെലുങ്കാനയിലുള്ള ആദിവാസികൾ, അപ്രകാരമുള്ള ജനങ്ങൾ എന്ത് ചെയ്തു, അവരിതിനെതിരെ സമരം ചെയ്യുകയാണ്. അങ്ങനെ അവരുടെ പാർലമെൻറ്റിൽ തന്നെ എന്താണ് ഒരു 20 പേരുടെ ഒരു പിന്നെ കൗൺസിൽ ഉണ്ടായിരുന്നു. ഈ അവരുടെ നിയമസഭയ്ക്കകത്ത് 20 പേർ അടങ്ങുന്ന ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു. അതായത് ആ പിന്നെ മന്ത്രിസഭയ്ക്കകത്ത് ഇല്ലെങ്കിൽ ആ പിന്നെ നിയമസഭയ്ക്കകത്ത് 20 പേരടങ്ങുന്ന ഒരു കൗൺസിൽ, ആ 20 പേരടങ്ങുന്ന കൗൺസിൽ എന്താണ് വേണ്ടിയായിരുന്നു, തെലുങ്കാനയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ പോലും എന്താണ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റാണ്
അത് 20 അംഗ കൗൺസിൽ മെമ്പേഴ്സ്, അത് നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാൻ ഇത് കാണാൻ കഴിയും. അപ്പം അവിടെ ഒരു നിയമം, അത് കഴിഞ്ഞ് ഇത് ഈ 2 സ്റ്റേറ്റ് ഒന്നാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഇപ്രകാരം ഒരു നിയമം തന്നെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിന്നെ ആന്ധ്രാക്കാരനാണെങ്കിൽ ഉപമുഖ്യമന്ത്രി തെലുങ്കാനയിട്ട് ആയിരിക്കണമായിരുന്നു. അങ്ങനെയൊക്കെയാണ് അവരുടെ മന്ത്രിസഭയുടെ ആ തീരുമാനങ്ങൾ തന്നെ അങ്ങനെയായിരുന്നു. അപ്പം ഈ കൗൺസിൽ മെമ്പേഴ്സ് തെലുങ്കാനയുടെ പിന്നെ ആ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ നിലകൊള്ളുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ആര്യ ദ്രവീഡിയൻ ഫൈറ്റിംഗ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആര്യൻ ദ്രവീഡിയൻ ഫൈറ്റിംഗ് അവിടെ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ തെലുങ്കാന 2014 പിന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വേർതിരിയുന്നത് തന്നെ. അത് സോഷ്യൽ സ്റ്റഡീസിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ തെലുങ്കാന മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാസ്റ്റ് സിസ്റ്റം വളരെ ശക്തിയോടെ നിലകൊള്ളുന്ന ഒരു സ്റ്റേറ്റാണ് ആന്ധ്രാപ്രദേശ്. കാരണം ഞാൻ വർഷങ്ങളോളം അവിടെ താമസിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് കൊണ്ട്, സ്കൂളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാവുന്നതാണ്. അത് കുട്ടികൾ തന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഹയർ കാസ്റ്റ് കുട്ടികൾ ലോവർ കാസ്റ്റ് വന്നിരുന്നു കഴിഞ്ഞാൽ അവരെ അടുത്തിരുത്തത്തില്ല, അവർ മാറ്റിയിരുത്തും. അവർ ടീച്ചർമാരോട് ഇന്ന് കംപ്ലയിൻറ്റ് പറയും, അവർ ലോ കാസ്റ്റാണ്, ഞങ്ങൾക്ക് അവരോട് ഇരിക്കാൻ പറ്റത്തില്ല, അവരോട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, അവരെ മാറ്റിയിരുത്തണം സാറെന്നൊക്കെ ഞങ്ങളോട് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാസ്റ്റ് സിസ്റ്റം വളരെ പ്രബലമായി നിലകൊള്ളുന്ന ഒരു സ്റ്റേറ്റാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരെ എന്താണ്, ഈ ഹയർ കാസ്റ്റിൻ്റെ ആൾക്കാർ വളരെയധികം ടോർച്ചർ ചെയ്യുന്ന ചില സ്വഭാവങ്ങളുണ്ട് അവിടെ. അത് ഞങ്ങളുടെ ഈ സഭയിൽ, തെലുങ്കാനയിലെ സഭയിൽ ഒരു SI ഉണ്ടായിരുന്നു. തെലുങ്കാനയിലെ ഞങ്ങളുടെ ആ ഏരിയയിലെ SI ഞങ്ങളുടെ സഭയിലെ മെമ്പറായിരുന്നു. അദ്ദേഹം ഒരു ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട SI ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ ഞങ്ങളുടെ സഭയിലെ മെമ്പറായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇങ്ങനെ അവിടെയുള്ള പാസ്റ്ററോടും പാസ്റ്ററുടെ ഭാര്യയോടൊക്കെ പറയും, ഈ കമ്മ്യൂണിറ്റി പ്രോബ്ലം എന്താണ്, SI ആയിരുന്നിട്ട് ഇദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ പോലും SI അനുസരിക്കാറില്ല. അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് ഇപ്രകാരമുള്ള താഴേക്കിടയിലുള്ള താഴ്ന്ന ജാതിയിലുള്ള SIമാരെയും IASകാരെയും ഒക്കെ ടോർച്ചർ ചെയ്യുന്ന ഒരു സംഭവങ്ങൾ അവിടെ എപ്പോഴും പത്രവാർത്തയായിട്ട് വരുന്നതാണ്. അതുപോലെ കുട്ടികളെ അങ്ങനെ ടോർച്ചർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പത്രവാർത്തയായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റാണിത്. അപ്പോൾ ഈ താഴ്ന്ന ജാതിക്കാർക്ക് മേലാളന്മാരിൽ നിന്നും ഉണ്ടാകുന്ന ഇപ്രകാരമുള്ള ഈ തിക്താനുഭവങ്ങൾ എന്ത് ചെയ്തു, അവരൊരു സ്റ്റാറ്റസിന് വേണ്ടി എന്ത് ചെയ്യാണ്, അവർ സെർച്ച് ചെയ്യുകയാണ്. അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യാണ്, ഈ താഴേക്കിടയിലുള്ള കമ്മ്യൂണിറ്റി അവർ ശ്രമിക്കുമ്പോഴാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു മൂവ്മെൻ്റ് അവിടെ ഉണ്ടാകുന്നത്, അവരുടെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ താഴേക്കിടയിലുള്ളവർ പെട്ടെന്ന് ഇതിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ആ സഭയിലെ SI ആയിരുന്ന വ്യക്തി നമ്മുടെ സഭയുടെ പ്രോഗ്രാമുകൾ, ക്രിസ്തുമസ് പ്രോഗ്രാമുകൾ, വലിയ ഫംഗ്ഷനുകളൊക്കെ അദ്ദേഹത്തെ ഗസ്റ്റായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. മറിച്ച് നേരത്തെ അദ്ദേഹം ഹിന്ദു ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു പൊസിഷൻ ലഭിച്ചിട്ടില്ല. SI ആണെങ്കിലും അദ്ദേഹത്തെ ആദരിക്കുവാനോ അദ്ദേഹത്തിൻ്റെ പദവിയെ മാനിക്കുവാനോ ആ കമ്മ്യൂണിറ്റി തയ്യാറാകുമ്പോൾ അദ്ദേഹം ആദരിക്കപ്പെടുന്ന ആ കമ്മ്യൂണിറ്റിയിലേക്ക് അദ്ദേഹം ചേക്കേറിയതിന് നമുക്കാർക്കും തെറ്റു പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാം, ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ആ SI നമ്മുടെ സുഹൃത്തായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ അനേകം ആന്ധ്രാപ്രദേശിൽ നടക്കാറുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ്, അതുപോലെ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്, കളർ ഡിസ്ക്രിമിനേഷന്, ക്ലാസ് ഡിസ്ക്രിമിനേഷനൊക്കെ വളരെ പ്രബലമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് ആന്ധ്രാപ്രദേശും തെലുങ്കാന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഇവർ വരുമ്പോൾ ഈ കേവലം ദളിത് മാത്രമല്ല ക്രിസ്ത്യാനിലേക്ക് ആവശ്യപ്പെടുന്നത്, റാവൂസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ആയുള്ള റാവൂസിനെ എനിക്കറിയാം. അതുപോലെ റെഡ്ഡി കമ്മ്യൂണിറ്റീസ് ക്രിസ്ത്യൻസ് ആയിട്ട് പ്രീച്ചേഴ്സ് ആയിട്ടിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആഞ്ജനയ്യ എന്ന് പറയും. അദ്ദേഹം ഒരു കൺവെൻഷൻ പ്രീച്ചറൊക്കെയാണ് അദ്ദേഹം റെഡ്ഡി കമ്മ്യൂണിറ്റി ബ്രാഹ്മിൺസ് ആണ് അദ്ദേഹം, ആഞ്ജനയ്യ, അദ്ദേഹം ബ്രാഹ്മിൺസ് ആണ്. അപ്പം ഞങ്ങളാ പോകുന്ന ഈ ചർച്ചിൽ ആഞ്ജനയ്യ എന്ന് പറയുന്ന ബ്രാഹ്മൺ ഉള്ളപ്പോൾ തന്നെ അവിടെ മുസ്ലിംസ് ഉണ്ട്, അവിടെ റെഡ്ഡി കമ്മ്യൂണിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ലംബാഡീസ് ഉണ്ട്, അവിടെ ദളിതന്മാരുണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ കൂടെ ആ ബ്രാഹ്മിൺസ് വരുന്നു, ഇരിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഒരു റൊട്ടി നുറുക്കി കഴിക്കുന്നു, ഇല്ലെങ്കിൽ ഈ ആ വീഞ്ഞ് ഈ കർത്തൃമേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുർബാന എന്നൊക്കെ പറയുന്നത് കർത്തൃമേശ എന്നാണ് കത്തോലിക്സിൻ്റെ കുർബാന പോലുള്ളത്. അത് ഇവർ ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത്, അടുത്തടുത്താണ് ഇരിക്കുന്നത്, ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു, ആഹാരം കഴിക്കുന്നു, നടക്കുന്നു, എടുക്കുന്നു. ഇതെല്ലാം എന്താണ്, ഈ കമ്മ്യൂണിറ്റിയെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. താഴേക്കിടയിലുള്ളവർ നേരത്തെ ഈ ബ്രാഹ്മിൺസ് ഒരിക്കലും ഈ ലംബാഡികളുടെ കൂടെ ഇരിക്കത്തില്ല, സംസാരിക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല, ഭക്ഷണം കഴിക്കാൻ പോലും തയ്യാറാത്തവരോട് കൂടെ ഇരുന്നുകൊണ്ട്. അതിപ്പോഴും ഇവിടെ മരണമൊക്കെ നടന്നു കഴിയുമ്പോൾ
ഏത് കമ്മ്യൂണിറ്റിയാണോ മരിക്കുന്നത് അവരുടെ ആൾ മാത്രമേ അവിടെ പോകാറുള്ളൂ എന്നുള്ളതാണ്. ഈ ലംബാഡീസ് അതുപോലെ തന്നെയുള്ള ദളിത് കമ്മ്യൂണിറ്റിക്കാരങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് പോകാറില്ല. കാരണം ഞങ്ങളങ്ങനെയുള്ള മരണ വീടുകളിൽ പോകാറുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി മാത്രമേ അവിടെ കാണുള്ളൂ, മറ്റൊരു കമ്മ്യൂണിറ്റി പോലും അവിടെ പോകത്തില്ല. അങ്ങനെയുള്ള ഭയങ്കരമാകുന്ന പ്രശ്നമുള്ള ഒരു സ്റ്റേറ്റാണ് ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരുടെ ഇടയിൽ ഡിസ്ക്രിമിനേഷൻ അങ്ങ് മാറിപ്പോവുകയാണ്. ഇപ്പോൾ ഞാനൊക്കെ പോയിക്കൊണ്ടിരുന്ന സഭയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250, 300, 400 പേരുള്ള സഭയിൽ ഞാനവിടെ മെമ്പറായിട്ടിരുന്നിട്ടുണ്ട്. ഞാനവിടെ ബാപ്റ്റിസ്റ്റ് സഭയിൽ അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ടിരുന്നിട്ട് 1 വർഷം, ബ്രദറൻ സഭയിൽ 1 വർഷം ഞാൻ അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചിൽ ഒരു 2-3 മാസം ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ PG വർഗീസിൻ്റെ അങ്കിളിൻ്റെ സഭയിൽ ഒരു 5 വർഷക്കാലം ഞാൻ അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ട് ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടുത്തെ അനേക സഭകളിൽ പോയി മിനിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ്, അനേക സഭകളിൽ പോയി പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒരു നിർമ്മൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ഉണ്ട് ഈ തെലുങ്കാനയിൽ. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സബ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരു 300 ഒരു 600 പേരാണ്, വലിയ സഭയാണ്. അവിടെ 3 ദിവസം കൺവെൻഷന് ആ 3 ദിവസം കൺവെൻഷൻ ഞാനാണ് പ്രസംഗിക്കാൻ പോയത്. അപ്പം ആ സഭയിൽ കടന്നു വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഹയർ കാസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ദളിതരുണ്ട്, ബ്രാഹ്മിൺസ് ഉണ്ട്, ക്ഷത്രിയാസ് ഉണ്ട്, വൈശ്യ, ശൂദ്രാസ്, അങ്ങനെ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ചിരിക്കുന്നു, ആഹാരം കഴിക്കുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എന്താണ്, ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുന്നില്ല. ഈ താഴേക്കിടയിലുള്ളവർക്ക് ഇവിടെ ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യാത്തപ്പോൾ അവർ ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. പിന്നെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഇവർ വളരെ ദളിതായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് വളരെ പുവറായിരുന്നു. പക്ഷെ അവർക്ക് എന്താണ്, ഈ വയലുകളൊക്കെ ഉള്ളവരാണ്. അവരുടെ ഒന്ന് തെലുങ്കാന, ആന്ധ്രാപ്രദേശൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലറയാണ്. അവർക്കെല്ലാവർക്കും 1-2 ഏക്കർ സ്ഥലങ്ങളുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അത്ര താഴേക്കിടയിലുള്ളവരാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ വളരെ പൂറായിട്ടുള്ളവരല്ല. എന്നാൽ അപ്രകാരം പൂറായിട്ടുള്ളവരുണ്ട്. എങ്കിലും എല്ലാവരും തന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആണ് അവിടെ. അങ്ങനെ അവർക്ക് സാമ്പത്തികപരമായ ഒന്നുകൊണ്ടും അവർക്ക് ഇതിലേക്ക് വരേണ്ട കാര്യമില്ല. അവരെ സാമ്പത്തികം കൊടുത്തോ ഇല്ലെങ്കിൽ അപ്രകാരമുള്ള മറ്റൊന്ന് കൊടുത്തോ ഒന്നും അവരെ ഈ ക്രിസ്ത്യാനിറ്റിക്ക് ആകർഷിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ അവരുടെ ആഹാരങ്ങൾക്കൊക്കെ തന്നെയുള്ള അവരുടെ കൃഷിയിടങ്ങളൊക്കെ അവർക്ക് സ്വന്തമായിട്ട്, ഈവൻ പച്ചക്കറി പോലും അവർ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. അങ്ങനെ സഭയിലൊക്കെ എന്താണ്, അവർ ഈ ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വരുന്നവർ അവരുടെ കണ്ടത്തിൽ നിന്ന് നെല്ലും അവരുടെ പച്ചക്കറി തോട്ടത്തിലുള്ള പച്ചക്കറിയൊക്കെ കൊടുത്ത് ഈ ഇല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് അവിടെ വരുന്നത്. പിന്നെ ഈ ദളിതരായിരിക്കുന്നവർക്കെല്ലാം അവരെ എന്താണ്, ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സ്ഥലമാണ് ഈ ആന്ധ്രാപ്രദേശും തെലുങ്കാനയൊക്കെ ഒത്തിരി. കാരണം കേരളത്തിൽ ചെറിയ 14 ഡിസ്ട്രിക്റ്റും 3 കോടി ജനങ്ങളും ഉണ്ടെങ്കിൽ തെലുങ്കാനയിൽ 30 ഡിസ്ട്രിക്റ്റ് 3 കോടി ജനങ്ങളും ഉണ്ട്. വാസ്റ്റായിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഉള്ളതാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ചെറിയ സ്കൂളുകൾ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന ഈ 12ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഇല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചവർക്ക് 25,000, 30,000 ഒക്കെ സാലറി കിട്ടുന്ന രീതിയിലുള്ള സ്കൂളുകൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സ്കൂളുകൾ റൺ ചെയ്യുന്ന തെലുങ്കാന, ആന്ധ്രാപ്രദേശിലാണ്. കേരള ടീച്ചേഴ്സ് ഒത്തിരി വന്ന് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ളവരാണെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിൽ ഇല്ലെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ നല്ല സാലറിയോടുകൂടി ജോലി ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസൊക്കെ അവിടെയുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആരെയും സാമ്പത്തികം കൊടുത്തോ ഇല്ലെങ്കിൽ ഇതുപോലെ പാൽപ്പൊടിയോ മറ്റുള്ളതാകുന്ന ഒന്നും കാണിച്ച് അവരെ ആകർഷിക്കേണ്ട കാര്യമില്ല. ഇതാണ് പ്രശ്നം. ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനം, ഒന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ, പിന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, കളർ ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനെയൊക്കെ വളരെയധികം എന്താണ് കുറഞ്ഞ രീതിയിലാണ് നമുക്കവിടെ കാണാൻ കഴിയും. ഇതൊക്കെ എന്താണ് അധികം ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഇവിടങ്ങളിൽ നിന്നും അനേക യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആളുകൾ ജോലിക്കായി കടന്നു പോകുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് അനേകർ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നവരെന്താണ്, അവിടുത്തെ കമ്മ്യൂണിറ്റിയുമായി മിങ്കിൾ ചെയ്ത് അവരെ ക്രിസ്ത്യാനിയായി ഇല്ലെങ്കിൽ അവർ ക്രിസ്ത്യൻ റിലീജിയനെ പറ്റി അറിഞ്ഞിട്ട് അവർ തിരിച്ച് ക്രിസ്ത്യാനിയായിട്ട് വരുന്നവരുണ്ട്. പിന്നെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ശക്തമായിട്ട് നടക്കുന്ന സ്റ്റേറ്റുകൾ തന്നെയാണ് ആന്ധ്രാപ്രദേശും തെലുങ്കാന എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാർ കാത്തലിക്സിൻ്റെ ഉണ്ട്, അതുപോലെ ബ്രദറൻ ആംഗ്ലിക്കൻ ചർച്ചുകൾ, ലൂതറൻ ചർച്ചുകൾ, ഇങ്ങനെയുള്ള അനേക ചർച്ചുകളുള്ള വളരെ പുരാതന ചർച്ചുകൾ, വളരെ പഴയ ചർച്ചുകളുള്ള ഒരു ദേശം തന്നെയാണ് ഈ ആന്ധ്രാപ്രദേശും ഈ തെലുങ്കാന എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കമ്മ്യൂണിറ്റി പ്രോബ്ലമാണ്, കാസ്റ്റ്, കളർ ഡിസ്ക്രിമിനേഷനൊക്കെ ഒരു ഭാഗമാണ് ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകൾ ഈ ആകൃഷ്ടരാകുന്നതിൻ്റെ കാര്യങ്ങൾ തന്നെ. ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച് തന്നെ സതീഷ് കുമാർ എന്ന് പറയുന്ന ആളുടെ ചർച്ചുണ്ട്. അതുപോലെ തന്നെ ജോൺ ബസ്ലി എന്ന് പറയുന്ന ഒരാളുടെ ചർച്ചുണ്ട്. അതുപോലെ അങ്ങനെ വലിയ ചർച്ചുകൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. 3 ലക്ഷം, 2 ലക്ഷം, 20,000, 50,000 ഒക്കെ ആളുകൾ പങ്കെടുക്കുന്ന വലിയ ചർച്ചുകളാണ്. കൊറോണയുടെ സമയത്തൊക്കെ ഈ സതീഷ് കുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചർച്ചൊക്കെ കൊറോണ ആശുപത്രിയാക്കാൻ വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയത്തക്ക രീതിയിലേക്ക് എന്താണ്
അദ്ദേഹം ഒരു സോഷ്യൽ പ്രവർത്തനം അവിടെ ചെയ്യുവാനിടയായി. പിന്നെ കൊറോണയുടെ സമയത്ത് 30 ഡിസ്ട്രിക്റ്റിലും പിന്നെ ആയിരക്കണക്കിന് ടീച്ചേഴ്സിന് അദ്ദേഹം ഫുഡ് എത്തിച്ചു കൊടുക്കുവാനായിട്ട് കിറ്റ് 3000 രൂപയുടെ 3500 രൂപയുടെ കിറ്റുകൾ ഈ ചർച്ച് മുഖാന്തരമാണ്, സതീഷ് കുമാറിൻ്റെ ചർച്ച് മുഖാന്തരമാണ്, പാസ്റ്റർ സതീഷ് കുമാറിൻ്റെ ചർച്ച് മുഖാന്തരം ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി അന്ന് ഞങ്ങളൊക്കെ പിന്നെ ടീച്ചറായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലും കൊണ്ട് കിറ്റ് വിതരണം ചെയ്തിരുന്നു. അപ്പം അന്ന് ഏകദേശം 1000 ടീച്ചേഴ്സിനാണ് അവിടെ ആ കിറ്റ് വിതരണം ചെയ്യുന്നത്. 1000 ടീച്ചേഴ്സിന് ഒരാൾക്ക് 3500 രൂപയുള്ള നല്ല പിന്നെ സ്റ്റാൻഡേർഡുള്ള കിറ്റാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ ഗവൺമെൻറ് അറിവോട്, അന്ന് മിനിസ്റ്ററാണ് ആ പരിപാടിയിൽ ഗസ്റ്റായിട്ട് വരുന്നത്, അങ്ങനെ പിന്നെ കൊടുക്കാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ ആന്ധ്രാപ്രദേശിലാണ്. എനിക്ക് തോന്നുന്നു കേരളത്തെക്കാളും കൂടുതൽ ഈ ക്രിസ്ത്യൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകളെ എന്താണ് ഇതിലേക്ക് ആകർഷിക്കുവാനുള്ള അനേക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്രിസ്ത്യാനിറ്റി അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ പൊളിറ്റീഷ്യൻസ് ഒരുപാട് എന്താണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലഘട്ടത്തിൽ അവിടെ ഹിന്ദു സംഘടനകൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. കാരണം പാസ്റ്റേഴ്സിന് അദ്ദേഹം മാസം സാലറി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അതൊക്കെ കിംവദന്തിയായിരുന്നു, അങ്ങനെയൊന്നും ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനാരോഹണം, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് പാസ്റ്റേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നു, പുരോഹിതന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നു, ഒക്കെ ഉള്ളതാകുന്ന ചില കാര്യങ്ങളൊക്കെ അവിടെ നമുക്കറിയാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള അനേക തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നതായിട്ട് ഉണ്ട്. പിന്നെ തിരുപ്പതിയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ക്രിസ്ത്യാനികൾ തിരുപ്പതിയിൽ എന്താണ് പിന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞുള്ള പിന്നെ പ്രോബ്ലങ്ങളൊക്കെ ഹിന്ദു സംഘടന ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, കൊണ്ടുവന്ന് ഒക്കെ നമുക്കറിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാസ് മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്, ക്രിസ്ത്യൻ മാസ് മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതിലൂടെ അനേകം ആളുകൾ ക്രിസ്ത്യാനിറ്റി ആകുന്നുണ്ട്. ഒരു നല്ല ശതമാനം ഈ താഴേക്കിടയിലുള്ളവരും, എന്നാൽ അവർ മാത്രമല്ല ഉന്നത ജാതിയിലുള്ളവരും എന്താണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകൃഷ്ടരാകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഉള്ളതാണ്. അതായത് മറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികളുള്ള ഒരു മേഖലയാണ് ഈ പൊളിറ്റിക്സും. അതുപോലെ തന്നെ ഈ പിന്നെ ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക ഫിലിം ആർട്ടിസ്റ്റുകൾ അവരെന്താണ് ഈ പിന്നെ ഓരോ ചർച്ചുകളിൽ പോയി അവർ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ സാക്ഷ്യം പറയുന്ന അനേക നടിമാരെയും നടന്മാരെയും നമുക്ക് കാണാം. പിന്നെ അവർ വലിയ കൺവെൻഷനുകളിൽ അവർ അപ്പിയർ ആകാറുണ്ട്. ആ കൺവെൻഷനിൽ വന്ന് അവരുടെ ടെസ്റ്റ് മണികൾ പറയാറുണ്ട്. അത് പൊളിറ്റീഷ്യനും എന്താണ് ഈ പിന്നെ കൺവെൻഷൻ സ്റ്റേജുകളിലെല്ലാം പോകും. ഈ കൺവെൻഷൻ സ്റ്റേജുകളിൽ പോയിട്ട് അവർ ആ കൺവെൻഷന് പിന്നെ അവിടെ ഭാഗവക്കാകും. അങ്ങനെ ആ കൺവെൻഷൻ നടത്താനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ ഒരു ചില പ്രവണത നമുക്കവിടെ കാണാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി അവിടെ പ്രബലമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നല്ല വോട്ടിംഗ് ശതമാനം ഉള്ളതുകൊണ്ട് ഒരു പൊളിറ്റീഷ്യനും അവരെ തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വളരെയധികം ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വരുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ് ആന്ധ്രാപ്രദേശ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനൊക്കെ ഉണ്ടായിരുന്നിടത്തു നിന്ന് ആളുകൾക്ക് ഒരു ശരണം ലഭിക്കാൻ വേണ്ടി അനേകർ വന്നിട്ടുണ്ട്. എന്നാൽ അതുമാത്രമല്ല, ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ സ്കൂളുകൾ, അങ്ങനെയുള്ളതാകുന്ന ചാരിറ്റബിൾ പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി നടക്കുന്നത് കൊണ്ട് അനേകരെ എന്താണ് അത് ആകർഷിക്കാൻ കഴിയും. അങ്ങനെ സമൂഹത്തിൽ തള്ളപ്പെട്ടു എന്ന് തോന്നുന്ന ഈ ഹിന്ദു അതുപോലെ സനാതന ധർമ്മത്തിൻ്റെയൊക്കെ ചില പോരായ്മകളെക്കുറിച്ചും കൂടെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള താഴേക്കിടയിലുള്ള ആളുകളെ എന്താണ് പല കാര്യങ്ങളും അവർ തള്ളിക്കളയാറുണ്ട്. അവർക്ക് അതിൻ്റെ അകത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ലാത്ത രീതിയിൽ, ഇപ്പോൾ ഒരു മദ്യപാനിയാണെങ്കിൽ ആ ഭവനത്തിലേക്ക് കടന്നാൽ അവർ മടിക്കും. അതുപോലെ തന്നെ അവർ രോഗികളാണെങ്കിൽ പിന്നെ അവരെ കാണാൻ പോകാറില്ല, അവരെ സഹായിക്കാറില്ല. അങ്ങനെ അതുപോലെ തന്നെ തള്ളപ്പെട്ട ഒരു പിന്നെ സിറ്റുവേഷനിലാണെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ അവിടേക്കാണ് മിഷണറിമാർ കടന്നു ചെല്ലുവാനിടയാകുന്നത്. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരുടെ കാര്യങ്ങൾക്ക് ഒരു കൈത്താങ്ങൽ കൊടുക്കുവാനുമുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അവർ ചേക്കേറി വരികയാണ് ചെയ്യുന്നത്. അത് സ്വാഭാവികമാണ്, അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്രകാരം ഒരു ക്രിസ്ത്യാനിറ്റിക്ക് എന്താണ് നല്ലൊരു ബേസുള്ള സ്ഥലം തന്നെയാണ് ആന്ധ്രാപ്രദേശും തെലുങ്കാനയും എന്നുള്ളത്. അത് വളരെയധികം ക്രിസ്ത്യാനിറ്റി ഇപ്പോൾ എന്താണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട് തന്നെയാണ് ആന്ധ്രാപ്രദേശും തെലുങ്കാനയും. അത് വർഷങ്ങളോളം അവിടെ പ്രവർത്തിച്ച എനിക്കത് പിന്നെ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണാൻ തുടങ്ങും. അതുപോലെ തന്നെ അവിടെയും ഈ പിന്നെ കാസ്റ്റ് ഇതുപോലെയുള്ള പിന്നെ ഗവൺമെൻറ്റിൻ്റെ ചില റെസ്ട്രിക്ഷൻസുകൾ ഉള്ളതുകൊണ്ട് പബ്ലിക്കായിട്ട് അനേകർ ക്രിസ്ത്യാനിറ്റി ആണെന്ന് പറയാൻ കഴിയില്ല. അവരുടെ സർട്ടിഫിക്കറ്റുകൾ അവർക്ക് ഹിന്ദുവായിട്ട് തന്നെ നിർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് യഥാർത്ഥമായി കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ വളരെ പെർസെൻറ്റേജ് കൂടുതലാണ്. ഈ പിന്നെ നമ്മളൊരു 10 വർഷം 20 വർഷം എടുത്താൽ വളരെയധികം ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകൾ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ആന്ധ്രാപ്രദേശും ഈ തെലുങ്കാന എന്ന് പറയുന്നത്. അത് മറ്റുള്ളതാകുന്ന സാമ്പത്തികം കൊടുത്തോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ളതാകുന്ന തെറ്റായ മാർഗത്തിലൂടെ അല്ല ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകൾ ആകർഷിതരാകുന്നത്.
അത് ഇപ്രകാരമുള്ള നല്ല പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ ആകർഷിക്കുന്ന, സമൂഹത്തെ ആകർഷിക്കുന്ന, മാറ്റുന്ന ചില പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ വശമെന്ന് പറയുന്നതിൻ്റെ സത്യാവസ്ഥ ഇതുതന്നെയാണ്.